തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ജീവനക്കാർക്കായി വിശ്രമമുറി തയ്യാറായി. എം രാജഗോപാലൻ MLA വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചിലവിലാണ് വിശ്രമമുറി ഒരുക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ട്രെയിനികൾ, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ എന്നിവർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ വിശാലമായ ഹാളാണ് നിർമ്മിച്ചത്. വിശ്രമമുറിയുടെ ഉദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിച്ചു. വലിയ പ്രയാസത്തിലായിരുന്നു കിടക്കാനോ ഇരിക്കാനോ ഒന്നും സ്ഥലമില്ലാതെ വല്ലാത്തൊരു വിഷമാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഗൗരവത്തിൽ തന്നെ നമ്മുടെ മുൻ ഫയർ ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീനാഥ് ഇവിടുത്തെ ഒരു അപര്യാപ്തതയെക്കുറിച്ച്, കെട്ടിടത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സ്വതന്ത്രമായി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം ഫണ്ടിന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ടോക്കൺ എമൗണ്ടിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. നല്ലൊരു പ്രോജക്റ്റ്. പക്ഷെ എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിൽ ആ ഫണ്ട് അനുവദിച്ച് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ സാധാരണഗതിയിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ആസ്തി വികസന ഫണ്ട് ഇങ്ങനെ ഒരു സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടത്തിന് അത്ര എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്താ വഴി എന്നാലോചിച്ചു. അപ്പോൾ പിന്നെ പ്രത്യേക അനുമതി വേണം സർക്കാരിന്. സാധാരണഗതിയിൽ എളുപ്പത്തിൽ കിട്ടില്ലെങ്കിലും നല്ലൊരു ശ്രമം നടത്തി ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷനായി. MK ശ്രുതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, വാർഡ് അംഗം KV രാധ, PV പവിത്രൻ, PV സുമേഷ്, MR രതീഷ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ P രഞ്ജിത്ത് സ്വാഗതവും തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വിശ്രമമുറിയുടെ അഭാവത്തിൽ നേരിടേണ്ടി വരുന്ന വിഷമതകൾ മനസ്സിലാക്കി എം രാജഗോപാലൻ MLA ആണ് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതി വാങ്ങി വിശ്രമമുറി പണി കഴിപ്പിച്ചത്. ആസ്തി വികസന പദ്ധതിയിൽ 15 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.